കണ്ണൂർ വാണിയപ്പാറയിൽ ദുരൂഹ സാഹചര്യത്തിൽ മൃതദേഹം കണ്ടെത്തിയ കല്ലറ തുറന്ന് പരിശോധിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. പോലീസ് സർജൻ, ഫോറൻസിക്, ഫിംഗർ പ്രിന്റ് സംഘങ്ങൾ എന്നിവർ പള്ളി സെമിത്തേരിയിൽ എത്തിയിട്ടുണ്ട്. 38-ാം നമ്പർ കല്ലറയാണ് തുറന്ന് പരിശോധിക്കുന്നത്. അർജുൻ കല്യാട് വിവരങ്ങളുമായി ചേരുകയാണ്. അർജുൻ, പള്ളി വികാരിയുടെ ആവശ്യപ്രകാരമാണ് ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വം കൂടിയാണ് കല്ലറ തുറന്ന് പരിശോധിക്കാമെന്ന തീരുമാനത്തിലേക്ക് എത്തിയത്. സാങ്കേതിക വിദഗ്ധർ എല്ലാവരും തന്നെ എത്തിയിട്ടുണ്ട്. എപ്പോഴാണ് നടപടിക്രമങ്ങൾ ആരംഭിക്കുക? മാധു, തീർച്ചയായിട്ടും ഇപ്പോൾ പരിശോധന ആരംഭിച്ചിരിക്കുകയാണ്. കല്ലറ നേരത്തെ തന്നെ തുറന്നിട്ടുണ്ട്. പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും വലിയ ദുരൂഹതയായിരുന്നു. പള്ളി വികാരിയുടെയും ഇടവകയുടെയും ഒക്കെ ആവശ്യപ്രകാരമാണ് പോലീസ് അത്തരത്തിലൊരു പരിശോധനയിലേക്ക് ഉൾപ്പെടെ കടന്നിട്ടുള്ളത്. നേരത്തെ തന്നെ ഫോറൻസിക്കിന്റെയും അതുപോലെ തന്നെ ഫിംഗർ പ്രിന്റ് തുടങ്ങിയിട്ടുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ സ്ഥലത്തേക്ക് എത്തിയിരുന്നു. എന്തായാലും നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ഈ രണ്ട് മൃതദേഹങ്ങൾ, അതായത് ഇതിന്റെ മുകൾ ഭാഗത്ത് കാണാനിടയായിട്ടുള്ള അല്ലെങ്കിൽ ദുരൂഹത തോന്നാൻ പാകത്തിലുണ്ടായിരുന്ന രണ്ട് മൃതദേഹങ്ങളും ഇപ്പോൾ പുറത്തെടുത്ത് പരിശോധന നടത്തിയിട്ടുണ്ട്. ഇനി അറിയേണ്ടത് ഈ രണ്ട് മൃതദേഹങ്ങൾക്കും താഴെ ഏതെങ്കിലും മൃതദേഹ അവശിഷ്ടങ്ങളോ മൃതദേഹങ്ങളോ ഉണ്ടോ എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന മറ്റ് വസ്തുക്കളൊക്കെ നീക്കി താഴെ ഭാഗത്തേക്കുള്ള പരിശോധന നടത്തുകയാണ്. നിലവിൽ താഴെ ഭാഗത്തേക്ക് മറ്റ് മൃതദേഹങ്ങളില്ല എങ്കിൽ സ്വാഭാവികമായും പള്ളിയുടെ റെക്കോർഡ് പ്രകാരമുള്ള 2 പേരുടെ 2006-ൽ ഈ 38-ാം നമ്പർ കല്ലറയിൽ അടക്കം ചെയ്തിട്ടുള്ള മറിയാമ്മയുടെയും 2015-ൽ അടക്കം ചെയ്തിട്ടുള്ള ജെയിംസിൻ്റെയും മൃതദേഹങ്ങൾ തന്നെയാവാനാണ് സാധ്യത. എന്നാൽ അതിലുപരിയായി മൂന്നാമതൊരു മൃതദേഹത്തിൻ്റെ അവശിഷ്ടങ്ങൾ ആ കല്ലറയിൽ നിന്ന് കണ്ടെത്തുകയാണെങ്കിൽ പിന്നീട് ഉയരുന്നത് ഒരുപാട് ചോദ്യങ്ങളായിരിക്കും. ആരുടെ മൃതദേഹമാണ്? DNA പരിശോധന ഉൾപ്പെടെയുള്ള ശാസ്ത്രീയമായിട്ടുള്ള നിരവധി പരിശോധനകൾ വലിയ ദുരൂഹതയുടെ ചുരുളഴിക്കാൻ വേണ്ടിയിട്ടാണ് സാങ്കേതിക വിദഗ്ധർ എല്ലാവരും അവിടെ എത്തിയിരിക്കുന്നത്. DNA പരിശോധന, DNA സാമ്പിളുകൾ അടക്കം ശേഖരിച്ചിട്ടുമുണ്ട്. എന്താണ് ഈ ദുരൂഹമായ സംഭവത്തിന് പിന്നിലെ രഹസ്യമെന്നറിയാനുള്ള ഒരു നീക്കത്തിലാണ് ഒരു നാടൊന്നാകെ. അർജുൻ കല്യാടാണ് വിവരങ്ങൾ നൽകിയത്.